ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വീനെക്ക് കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയിൽ വീനെക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസിലാണ് വീനെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും സാധാരണ എടുക്കുന്നതിൽ നിന്ന് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 5.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ നെക്ക് ലെങ്ത്ത് സാധാരണ ഈ കസ്റ്റമറിന് എടുക്കാറ്. അപ്പോൾ അതിലോട്ടൊരു 1/2 ഇഞ്ച് നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്ത് ഒരു 1/4 ഇഞ്ചുമാണ് കൂട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി 1/2 ഇഞ്ചും രണ്ടും ഒരുപോലെ 1/2 ഇഞ്ചും ആക്കാം. അപ്പോൾ നമുക്കത് ചേർത്ത് വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നെക്ക് ഒന്നും കൂടി ഭംഗിയിൽ ഒരു നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. പിന്നെ 1 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഇനി ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് കൊടുക്കുന്നത്. അത് 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി താഴെ വരെ അടയാളപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അത് ചേർത്ത് താഴെ വരെ വരച്ച് കൊടുത്ത് ഷേപ്പാക്കുക കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ നെക്ക് കറക്റ്റ് വി പോലെ നിൽക്കാതെ ഒരു ചെറിയൊരു ഷേപ്പോട് കൂടി ഒന്ന് ചെറുതായിട്ട് വൈഡാക്കി വരക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് വൈഡിൽ നിന്ന് നമ്മൾ അവിടെ ലെങ്ത്ത് വിഡ്ത്തെന്നും ലെങ്ത്തേക്ക് വരച്ച് അവിടെ ചെറിയൊരു 1/4 ഇഞ്ചിൽ അടയാളപ്പെടുത്തി ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തിൽ നിന്ന് താഴെ ലെങ്ത്തിലോട്ട് വരച്ച ലൈനിലോട്ട് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ചെറിയതായിട്ട് ഒന്ന് വൈഡാക്കി കൊടുക്കുകയാണ്. നമ്മുടെ നെക്ക് നെക്കിനെ ഒന്ന് വൈഡാക്കിയിട്ട് വരക്കാൻ വേണ്ടിയിട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ഓൾ എല്ലാം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ നമ്മളിതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു തുണീൻ്റെ ചീത്തവശത്ത് വെച്ച് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ക്യാൻവാസിൻ്റെ ഒരു ഷൈനിങ് ഉള്ളൊരു ഭാഗം അതാണ് നമ്മൾ തുണിയിലോട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നല്ല അയൺ ബോക്സ് നല്ല ചൂടാക്കിയിട്ട് നമ്മൾ വെച്ച് അയൺ ചെയ്യാണ്. ക്യാൻവാസിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് കൂടുതൽ നമ്മുടെ തുണിയുടെ തലപ്പ് വേണം കേട്ടോ. അത് നമ്മൾ ക്യാൻവാസിലേക്ക് വെച്ച് തയ്ക്കാനുള്ളതാണ്. ഇനി നമുക്കത് ക്യാൻവാസിലേക്ക് വെച്ച് ആ 1/2 ഇഞ്ച് തയ്ച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മൊത്തം തയ്ച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ കുർത്തിൻ്റെ സെൻട്രൽ ഭാഗവും ക്യാൻവാസിൻ്റെ സെൻട്രൽ ഭാഗവും അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം തയ്ച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാതെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സെൻട്രലിൽ രണ്ടിൻ്റെയും സെൻട്രൽ ഒരുപോലെ വെച്ച് തയ്ച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശത്താണ് കേട്ടോ. ക്യാൻവാസിൻ്റെ നല്ല വശവും ചുരിദാറിൻ്റെ നല്ല വശവും ഒരുപോലെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുന്നത്. എന്നിട്ട് ക്യാൻവാസിനോട് ചാരി ക്യാൻവാസിൽ തട്ടാതെ തയ്ച്ചെടുക്കുകയാണ്. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മളിത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ചീത്തവശത്തിൻ്റെ തലപ്പെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചീത്തവശത്തോട്ട് മറിച്ചിട്ട് ഒരു പതിച്ചടി കൊടുക്കുക കേട്ടോ. എല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെ അതുപോലെ ചെയ്യണം. ഇങ്ങനെ പതിച്ചടി ചെയ്തതിന് ശേഷം ചീത്തവശത്തോട്ട് മറിച്ചിട്ട് അതിനെ അവിടെ വെച്ച് കാണാനും ഒന്നും കൂടി പതിച്ച് ആകൃതിയിൽ നമ്മൾ വീനക്ക് വൃത്തിയായിട്ട് ചീത്തവശത്തോട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല വശത്തോട്ടും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വരച്ചെടുക്കുന്നത് നല്ല വശത്തോട്ടും നമുക്ക് ഞാൻ ചീത്തവശത്തോട്ടാണ് ചെയ്തതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല വീലിൽ നിന്ന് കുറച്ച് ചെറിയൊരു ഷേപ്പ് വന്ന് വൈഡായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള നെക്ക് തയ്ച്ചെടുത്തു കേട്ടോ.